വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന മാതൃകാപരമായ ഒരു പ്രാർത്ഥനയാണ് ശലോമൻ രാജാവിൻ്റേത്. ജ്ഞാനികളുടെ ജ്ഞാനിയാണ് ശലോമൻ. ശലോമനെ പോലെ ജ്ഞാനിയായ മറ്റൊരു മനുഷ്യനെയും ചരിത്രത്തിൽ കണ്ടെത്തുവാൻ കഴിയില്ല. സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമൻ്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. 1 രാജാക്കന്മാർ 4:30. ശലോമൻ്റെ ജ്ഞാനത്തെ കണ്ട് അറിഞ്ഞ ശെബാരാജ്ഞി പറയുന്നത്, ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിൻ്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു. 1 രാജാക്കന്മാർ 10:7. ശലോമൻ ഇത്ര വലിയ ജ്ഞാനിയായി തീരുവാൻ കാരണം താനത് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതായിരുന്നു എന്നതാണ്. ജ്ഞാനം സമ്പാദിപ്പാൻ പല മാർഗങ്ങൾ ഉണ്ട്. വിദ്യാഭ്യാസം നമ്മെ ജ്ഞാനിയാക്കും, തിരുവചനം നമ്മെ ജ്ഞാനിയാക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിക്കുന്ന ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠം. ശലോമൻ രാജാവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ശ്രദ്ധിക്കാം. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. 1 രാജാക്കന്മാർ 3:9. തൻ്റെ പിതാവായ ദാവീദിൻ്റെ മരണാനന്തരം ഇസ്രായേലിലെ രാജാവായി ശലോമോൻ അവരോധിക്കപ്പെട്ടു. എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരായിരുന്നു ഇസ്രായേൽ ജനം എന്ന് അവരുടെ ചരിത്രം വ്യക്തമാക്കുന്നു. തൻ്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല എത്ര വലിയതാണെന്നും താൻ നയിക്കേണ്ടത് ഏത് സ്വഭാവമുള്ള ജനങ്ങളെയാണെന്നും ശലോമോന് നിശ്ചയമുണ്ടായിരുന്നു. അതിന് ദൈവിക ജ്ഞാനം പ്രാപിക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്ന് ശലോമോൻ ഗ്രഹിച്ചു. ദൈവമുൻപാകെ തൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ ശലോമോൻ തയ്യാറായി. ലോകപ്രകാരം ജ്ഞാനവും പരിചയമുള്ളവരുടെ കഴിവുകൾ പരിമിതമെന്ന് ഗ്രഹിച്ച ശലോമോൻ ദൈവമുൻപാകെ തൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തൻ്റെ ആവശ്യങ്ങൾ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കുന്നതിന് മുൻപായി യഹോവയെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ഗിബെയോനിലെ യാഗപീഠത്തിൽ ശലോമോൻ 1000 ഹോമയാഗമ അർപ്പിച്ചത്. 1 രാജാക്കന്മാർ 3:4. യാഗത്തിലൂടെ മാത്രമേ മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി താൻ ന്യായപ്രമാണപ്രകാരം യാഗം അർപ്പിച്ചു. തൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം യഹോവയായി ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ശലോമോൻ അതിൽ വിജയിച്ചു. കർത്താവ് നമ്മുടെ അപേക്ഷകൾ കേൾക്കുവാൻ തക്കവണ്ണം സ്വയം ഒരുങ്ങുകയും അവൻ്റെ സാമീപ്യം അനുഭവമാക്കുകയും ചെയ്തതിന് ശേഷം വേണം നാം പ്രാർത്ഥിക്കേണ്ടുന്നത്. അപേക്ഷകൾ അറിയിക്കുന്നതിന് മുൻപ് ശലോമോൻ ദൈവ സാമീപ്യം ഉറപ്പാക്കി. ശലോമോൻ്റെ യാഗത്തിൻ്റെ വാസന മണത്ത ദൈവം അവന് പ്രത്യക്ഷനായി. ഇപ്രകാരം പറഞ്ഞു, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. രാജാവെന്ന നിലയിൽ രാജ്യത്തിൻ്റെ അതിർത്തി വിശാലമാക്കണം, ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം, എല്ലാവരെക്കാളും സമ്പന്നനാകണം, അജയനായി തീരണം. ഇതൊക്കെ ദൈവത്തോട് ചോദിക്കാമായിരുന്നു. എന്നാൽ അത്യാർത്ഥ്യം കൊണ്ട് ഇതൊന്നും ചോദിക്കുവാൻ ശലോമോൻ തുനിഞ്ഞില്ല. തനിക്ക് എന്താണ് വേണ്ടതെന്നതിനെക്കുറിച്ച് ശരിയായ ബോധം ശലോമോനുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ശരിയായ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ശലോമോൻ തൻ്റെ ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് പറയുന്നത്, ഞാനൊരു ബാലനാ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് കഴിവില്ല. 3:7. ഒരു രാജാവെന്നതിലും ഉപരിയായി ദൈവം മുൻപാകെ പറയുന്നത്, ഞാനൊരു ബാലനാ, രാജകീയ അധികാരത്തിൻ്റെ പ്രതാപം കാട്ടാതെ എനിക്ക് യാതൊരു കഴിവുമില്ല എന്ന് ശലോമോൻ പറയുകയാ. സ്വന്തം ബലഹീനത സമ്മതിക്കുവാൻ തയ്യാറാകുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപി എന്ന് സമ്മതിച്ച് പ്രാർത്ഥിച്ച ചുങ്കക്കാരന് അനുഗ്രഹിക്കപ്പെട്ടത്. ലൂക്കോസ് 18:13-14 വാക്യങ്ങൾ. ഒരു രാജാവെന്ന നിലയ്ക്ക് ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് എല്ലാറ്റിലുപരി തനിക്ക് വിവേകമുള്ള ഹൃദയമാണ് വേണ്ടത് എന്ന ബോധ്യം ശലോമോനുണ്ടായിരുന്നു. ഒരു ഭരണാധികാരി വിവേകമുള്ളവനായി തീർന്നുവെങ്കിൽ മാത്രമേ രാജ്യത്തെ നയിപ്പാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ കഷ്ടം നിറഞ്ഞ സ്ഥിതിയായിരിക്കും രാജ്യത്തിന് ഉണ്ടാകുന്നത്. ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള കഴിവ്
ഭരണാധികാരികൾക്ക് ആവശ്യമാണ്. ഭരണാധികാരിയുടെ എല്ലാ പെരുമാറ്റങ്ങളും തീരുമാനങ്ങളും അതിൽ വിവേകം മുഖ്യ ഘടകമായിരിക്കണം. വിവേകമില്ലാത്ത ഹൃദയം രാജ്യത്തെ കഷ്ടതയിൽ കൊണ്ടെത്തിക്കും. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോകുമെന്ന റോമർ 1:21 പറയുന്നത്. വിവേകമില്ലായ്മയുടെ ഫലം ഇരുളാണെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. വിവേകികൾക്ക് മാത്രമേ വെളിച്ചത്തിൻ്റെയും നീതിയുടെയും ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയൂ. ഭരണാധികാരിക്ക് വിവേകമുള്ള ഹൃദയം അത്യാവശ്യമായിരിക്കുന്നത് പോലെ തന്നെ ഓരോ വിശ്വാസിക്കും വിവേകമുള്ള ഹൃദയം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ വെളിച്ചത്തിൻ്റെയും നീതിയുടെയും മക്കളായി പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയും. ശലോമോൻ വിവേകമുള്ള ഹൃദയം ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി. 1 രാജാക്കന്മാർ 3:10. ദൈവത്തിൻ്റെ പ്രസാദം നേടുക അത്ര എളുപ്പമല്ല. എന്നാൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ബലഹീനതകളെ സമ്മതിച്ച് ദൈവഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളും. മാത്രമല്ല, ചോദിക്കാത്ത അനുഗ്രഹങ്ങളും നമുക്ക് നൽകും. 1 രാജാക്കന്മാർ 3:13. കർത്താവേ, നിനക്ക് പ്രസാദകരമായ വിധത്തിൽ പ്രാർത്ഥിപ്പാൻ എന്നെയും പഠിപ്പിക്കണമേ. ആമേൻ.